ഇന്ന് ഞാൻ ഓണസദ്യയിലെ 2 ഐറ്റംസാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ അവിയലാണ്, രണ്ടാമത്തത് തോരൻ. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ ഓരോ ദിവസവും ഓണസദ്യയിലെ ഓരോ റെസിപ്പീസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് പോയി കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് കഷ്ണങ്ങൾ 2 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തു. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാൻ സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഏതൊക്കെ വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും അത് ഞാൻ പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം അവിയലിന്. അതിനുശേഷം അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയരുത്. കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കണം. 1 കപ്പ് തേങ്ങയിലേക്ക് ഒരു 3-4 ചുവന്നുള്ളിയും 1 പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് അരയണ്ട. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി റെഡിയാവും. ആ സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് മാങ്ങ ചേർത്താലും മതി. ഒരുപാട് പുളിയുള്ള മാങ്ങ ചേർക്കരുത്, പുളി കുറവുള്ള മാങ്ങ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തൈര് ചേർത്താൽ ഒരുപാട് തിളപ്പിക്കണ്ട പിന്നെ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില കൂടി വിതറിയാൽ അവിയൽ റെഡി. അപ്പോൾ ഇതിന് കടുക് താളിക്കാറില്ല, അവിയലിന് കടുക് താളിക്കാറില്ല, ഓലൻ കറിക്ക് നമ്മൾ കടുക് താളിക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിയലിൻ്റെ പരിപാടി. ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ഒന്ന് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചാൽ ഇനി ഓണസദ്യ വിളമ്പാൻ നേരത്ത് എടുത്താൽ മതി. അപ്പോൾ അവിയൽ സെറ്റായി. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാബേജും 2 ക്യാരറ്റും അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചു. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഞാൻ വട്ടത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി നമ്മൾ കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ, അത്രയും മതി. അത്രയും കൂടി ചേർത്തിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കരുത്, കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചങ്ങ് ഇട്ടാൽ മതി. എളുപ്പത്തിൽ തോരൻ റെഡിയാക്കാം. നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ റെഡിയാക്കിയാൽ. ഇപ്പം എല്ലായിടത്തും എല്ലാ സാധനങ്ങളും ഈവനായിട്ട് വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്യാം. നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. 1.5 ടേബിൾ സ്പൂൺ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പിട്ട് പൊട്ടിക്കുന്നുണ്ട്. രണ്ടും പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊന്നുമില്ല, ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് വെന്ത് അവിയാതിരിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉലർന്ന് കിട്ടിയാൽ മതി. എണ്ണയൊക്കെ തെളിയുന്നവരെ ഒന്ന് ഉലർത്തിയെടുക്കുക. അപ്പോൾ അത്രയുള്ള പരിപാടി. നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ റെഡി. അപ്പോൾ ഈ ഓണത്തിന് ഈ 2 ഐറ്റംസും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
വീണ്ടും അടുത്ത ഓണ വിഭവമായിട്ട് നാളെ കാണാം. താങ്ക്